എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് 2 ക്രൈം ത്രില്ലേഴ്സിനെ കുറിച്ച് പറയാം. മെമ്മറീസ് ആൻഡ് പ്രിസ്ണേഴ്സ്. ബട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മെമ്മറീസ് കണ്ടിട്ട് പ്രിസ്ണേഴ്സ് കണ്ടവർ ഒന്ന് പറയണേ, ഇത് ജസ്റ്റ് കോയിൻസിഡൻസ് ആണോ? മെമ്മറീസ് റിലീസായത് 2013 ഓഗസ്റ്റിൽ, പ്രിസ്ണേഴ്സ് റിലീസായത് 2013 സെപ്റ്റംബറിൽ. വെറും 6 ആഴ്ചത്തെ ഡിഫറൻസ്. ഇത് റീമേക്ക് ആണോ? അല്ല. പക്ഷേ സിമിലാരിറ്റീസ് നോക്കിയാൽ ഇത് കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. രണ്ടിലും ഡാർക്ക് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, രണ്ടിലും മിസ്സിംഗ് പീപ്പിൾ ആൻഡ് മർഡർ മിസ്റ്ററി, രണ്ടിലും സൈക്കോളജിക്കലി ഡിസ്റ്റർബ്ഡ് ക്യാരക്ടേഴ്സ്, രണ്ടിലും റിലിജിയനും ബിബ്ലിക്കൽ റെഫറൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്ലൂസ് ഫോളോ ചെയ്താണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. മെമ്മറീസിൽ കില്ലറിൻ്റെ ക്രൈംസിന് ഒരു റിലീജിയസ് പാറ്റേൺ ഉണ്ട്. പ്രിസ്ണേഴ്സിൽ റിലിജിയനും മേ സിംബോളിസം, ഹിഡൻ ക്ലൂസ് ഇതൊക്കെ മേജർ റോൾ പ്ലേ ചെയ്യുന്നു. മെമ്മറീസിൽ ഹീറോ ഒരു ട്രബിൾഡ് പോലീസ് ഓഫീസറാണ്. പ്രിസ്ണേഴ്സിൽ ഡിറ്റക്റ്റീവ് ലോക്കി ഒരു ഒബ്സസീവ് ഇൻവെസ്റ്റിഗേറ്ററാണ്. രണ്ടുപേരും കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി സൈക്കോളജിക്കലി ഡാർക്ക് ടെറിട്ടറിയിലേക്ക് പോകുന്നു. പക്ഷേ 2 മൂവീസും കംപ്ലീറ്റ്ലി സെയിം അല്ല. മെമ്മറീസ് ഈസ് മോർ ഓഫ് എ സീരിയൽ കില്ലർ ഇൻവെസ്റ്റിഗേഷൻ. പ്രിസ്ണേഴ്സ് ഈസ് മോർ അബൌട്ട് എ ഫാദർ ക്രോസിംഗ് എവറി മോറൽ ബൗണ്ടറീസ് ടു ഫൈൻഡ് ഹിസ് മിസ്സിംഗ് ഡോട്ടർ. സോ ഞാൻ പറയുന്നില്ല മെമ്മറീസും പ്രിസ്ണേഴ്സിൻ്റെ കോപ്പിയാണെന്ന്. 6 ആഴ്ച ഡിഫറൻസ്, ഇത്രയും തിമാറ്റിക് സിമിലാരിറ്റീസ്, ഇത് കോയിൻസിഡൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ സെയിം ടൈമിൽ സിമിലർ ഐഡിയ ഇൻഡിപെൻഡൻ്റ്ലി ഡെവലപ്പ് ചെയ്തതാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് കോമെൻറ്റിൽ പറയുക. മെമ്മറീസ് ഓഫ് പ്രിസ്ണേഴ്സ്, വിച്ച് വൺ ഈസ് ആക്ച്വലി ബെറ്റർ?